നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. ബാഹുബലിക്ക് ശേഷം ഇപ്പോൾ ഏവരും ആരാധിക്കുന്ന രണ്ട് താരങ്ങളായി പ്രഭാസും റാണ ദഗുപതിയും മാറിയിരിക്കുന്നു. നായകനായ ബാഹുബലിയെ പ്രഭാസും വില്ലനായ ഭല്ലാലദേവനെ അവതരിപ്പിച്ചത് റാണ ദഗുപതിയുമായിരുന്നു. ബാഹുബലിയിലൂടെയാണ് ഇരുവരും ആദ്യമായി ഒന്നിച്ച് അഭിനയിക്കുന്നത്. രണ്ടുപേരും നായക നിലയിൽ ഇപ്പോൾ ഏതാണ്ട് മുന്നിൽ നിൽക്കുകയാണ്. സൗന്ദര്യവും കഴിവും ആവോളമുള്ള താരങ്ങൾ. അപ്പോൾ ആർക്കെതിരാകുമെന്നത് വലിയ ചോദ്യമായിരുന്നു. അവസാനം നല്ലവനായ ബാഹുബലിയായി പ്രഭാസും വില്ലനായി റാണയും എത്തുകയായിരുന്നു. നോട്ടത്തിൽ പോലും ദേഷ്യം പാറുന്ന കണ്ണുകളുമായി ഇരുവരും ഏറ്റുമുട്ടി. ഇവരുടെ ഫൈറ്റ് സീനൊക്കെ കണ്ട് നമ്മളിങ്ങനെ കണ്ണ് മിഴിച്ചിരുന്നിട്ടുണ്ട് തിയേറ്ററിൽ, അല്ലേ? ഈ ഏറ്റുമുട്ടലുകൾ പക്ഷെ സ്ക്രീനിൽ മാത്രമേ ഉള്ളൂ. ഓഫ് സ്ക്രീനിൽ ഏറ്റവും അടുത്ത ചങ്ക് ബ്രോസ് ആണ് ഈ യുവതാരങ്ങൾ. ബാഹുബലി തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഉണ്ടായിരുന്നു ഈ സൗഹൃദം. ഈ ബാഹുബലിയുടെ ഷൂട്ടിങ്ങിനിടയിൽ ഈ 5 വർഷം കൊണ്ട് ഇവരുടെ സൗഹൃദം പടർന്നു പന്തലിച്ചു. റാണ തന്റെ സഹോദരനാണെന്ന് പല വേദികളിലും പ്രഭാസ് ആവർത്തിച്ചു പറഞ്ഞു. സിനിമയിൽ തന്ത്രശാലിയാണെങ്കിലും നുണ പറയാൻ റാണയ്ക്കറിയില്ല. ശ്രമിക്കുമ്പോഴൊക്കെ പ്രഭാസ് കൈയോടെ പിടികൂടുകയും ചെയ്യും. അത്തരത്തിലൊരു സംഭവം അഭിമുഖത്തിനിടെ പ്രഭാസ് പങ്കുവച്ചു. പ്രഭാസിനെ പറ്റിക്കാൻ ഏറെ ഇഷ്ടമാണ് റാണയ്ക്ക്. പക്ഷെ കള്ളം പറയാൻ അറിയാത്തതിനാൽ പ്രഭാസ് കണ്ടുപിടിക്കും. ഷൂട്ടിങ്ങിനിടെ പ്രഭാസ് അവധിയെടുത്തിരുന്ന ഒരു ദിവസം റാണ ഫോണിൽ വിളിച്ചു. തന്നെ പോലീസ് പിടിച്ചു, പോകാൻ അനുവദിക്കുന്നില്ല, പെട്ടെന്ന് വന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കണമെന്നൊക്കെ റാണ പറഞ്ഞു. സംഭവം കള്ളമാണെന്ന് അപ്പോൾ തന്നെ മനസ്സിലായ പ്രഭാസ് ഒന്നും പറയാതെ കഥ മുഴുവൻ കേട്ടിരുന്നു. റാണ, ബാഹുബലി 2-ൽ നീ വില്ലനല്ല, എന്റെ അടുത്ത സുഹൃത്താണെന്ന് അങ്ങ് പോലീസ് സ്റ്റേഷനിൽ പറയും, അപ്പോൾ അവർ നിന്നെ വിട്ടോളുമെന്ന്. കള്ളം പൊളിഞ്ഞെന്ന് മനസ്സിലായതോടെ റാണ നൈസായിട്ട് പിന്മാറി. ഇത്തരത്തിൽ നിരവധി കൊടുക്കലുകളും വാങ്ങലുകളും ഈ 5 വർഷത്തിനിടയിൽ നടന്നെന്ന് ഇരുവരും പറയുന്നു. വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം.